രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണമെന്ന് മിസ്റ്റർ ദിനകരന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ രാധയുടെ ചെക്കനൊരു തന്തയായി കാണണമെന്ന് നല്ല മോഹമുണ്ട്. രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാനത് ഏറ്റവും ഇനി അമ്മയെ കാണുമ്പോ അച്ഛൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവന. ഒരു കള്ളനത്തിന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി. ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം 16-ാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും. നിങ്ങൾ സഹദേവനല്ല സഹദേവ, പിന്നെ ദേവനാ. ഈ നല്ല മനസ്സിന് ദൈവം തരും. അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ച് പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട. അറിഞ്ഞ പ്രശ്നം എന്നെ പൂട്ടിയിടും. അളിയും പോയിക്കോ, ആരും അറിയില്ല. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത്. ഈ വഴിക്കല്ലേ അമ്പലക്കുളം ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് കുളിച്ചു കൊടുത്തിട്ട് പോവാം. കൃഷ്ണ കൃഷ്ണയല്ല അയ്യപ്പനാ. രണ്ടും ഒന്നേടോ. അയ്യപ്പാ അയ്യപ്പാ.